നെഗറ്റീവ് റിവ്യൂ പറയാതിരിക്കാൻ 1,00,000 രൂപ ചോദിച്ചു യൂട്യൂബ് റിവ്യൂവർമാർക്കെതിരെ ആരോപണവുമായി നിർമ്മാതാവ്. യൂട്യൂബ് സിനിമ റിവ്യൂവർമാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മാധവ് സുരേഷ് ചിത്രം അംഗം അട്ടഹാസം നിർമ്മാതാവ്. അംഗം അട്ടഹാസം പുറത്തിറങ്ങിയ ആദ്യ ഷോയ്ക്ക് പിന്നാലെ യൂട്യൂബർമാർ ചിത്രത്തിന്റെ കഥ വെളിപ്പെടുത്തിയെന്നാണ് നിർമ്മാതാവ് അനിൽകുമാർ ആരോപിക്കുന്നത്. നെഗറ്റീവ് റിവ്യൂ പറയാതിരിക്കാൻ യൂട്യൂബർമാരിൽ ഒരാൾ തന്നോട് 1,00,000 രൂപ ചോദിച്ചു. ഇന്ത്യയിൽ മാത്രം റിലീസ് ചെയ്ത ചിത്രം കണ്ടുവെന്ന് അവകാശപ്പെട്ട് ഖത്തറിലുള്ള ഒരു യൂട്യൂബർ നെഗറ്റീവ് റിവ്യൂ പ്രചരിപ്പിച്ചെന്നും നിർമ്മാതാവ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് നിർമ്മാതാവ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. നടൻ മാധവ് സുരേഷും ഒപ്പമുണ്ടായിരുന്നു. അശ്വന്ത് കോക്ക് എന്ന യൂട്യൂബർ ഉണ്ടാക്കിയ നഷ്ടം ചെറുതല്ല. 10 ലക്ഷം പേരെങ്കിലും സിനിമ കാണുന്നത് ഇല്ലാതാക്കി. അതിൽ എന്താണ് നേട്ടമെന്ന് തനിക്ക് അറിയില്ലെന്നും അശ്വന്ത് കോക്ക് പൈസ വാങ്ങിയാണ് റിവ്യൂ പറയുന്നതെന്നും തനിക്ക് വ്യക്തമായ അറിവുണ്ടെന്നും നിർമ്മാതാവ് ആരോപിച്ചു. ഒരു സിനിമയ്ക്ക് 1,00,000 രൂപയാണ് അയാൾ ചോദിക്കുന്നത്. 1,00,000 രൂപ കൊടുത്തില്ലെങ്കിൽ അയാൾ നെഗറ്റീവ് പറയും. ആ തുക കൊടുത്താൽ പോസിറ്റീവും പറയും. നിർമ്മാതാവ് എന്ന നിലയ്ക്ക് തനിക്ക് സംഭവിച്ച കാര്യമാണ് താൻ പറയുന്നതെന്നും നിർമ്മാതാവ് പറഞ്ഞു. ഇതോടെ ഇതിനെതിരെ പ്രതികരണവുമായി അശ്വന്ത് കോക്കും രംഗത്തെത്തി. മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അശ്വന്ത് കോക്ക് പ്രതികരിച്ചത്. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണെന്നും അശ്വന്ത് കോക്ക് പറഞ്ഞു.